ബട്ട് ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ തിയേറ്ററിൽ ചെന്നിരുന്ന് കാണുമ്പോൾ ആ ഡയലോഗിലൊക്കെ ചിരിയൊക്കെ വരുന്നില്ലേ, ആൾക്കാരൊക്കെ ചിരിക്കുമ്പോൾ ഞാൻ എനിക്കൊരു അത്ഭുതമായിരുന്നു അത്. കാരണം ആ റെസ്പോൺസ് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നൊരു മൊമെന്റ് ആയിരുന്നു. എത്ര തവണ കണ്ടു ഇതുവരെയും? ഞാൻ 2 പ്രാവശ്യം കണ്ടു. ഇല്ല, അത് നിർത്തിയതല്ല, എനിക്ക് സമയം കിട്ടിയില്ല. അതിന്റെ ഇടയിൽ ഇവര് പ്രൊമോഷന്റെ കാര്യങ്ങളായിട്ടും തിയേറ്റർ വിസിറ്റ് എല്ലാം കൂടെ ആയിട്ട് പോയി. തിയേറ്റർ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ലാസ്റ്റ് അല്ലേ നമ്മൾ കയറുള്ളൂ, ആദ്യം തൊട്ട് കയറാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയാണ് പോയത്. ഓക്കെ, അപ്പോ നിനച്ചിരിക്കാതെ കിട്ടിയ ഈ ഒരു സന്തോഷം, ഈ ഒരു കുട്ടേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതിലേക്ക് വാഴയുടെ ഫസ്റ്റ് വൺ വന്നപ്പോഴും അരുൺ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ അത് എങ്ങനെ അരുണിലേക്ക് വന്നത്? എന്നെ വിപിൻ ദാസാണ്, വിപിൻ ചേട്ടനാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് നീ ചെയ്യുന്നു പറഞ്ഞു. എനിക്ക് വ്യസന സമയത്തിലും വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പാണ്. അതിലൊരു ഭയങ്കര ടോക്സിക് ആയിട്ടൊരു മനുഷ്യനും. ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഒരു, എടാ നീ വേറെ ഒന്നുമില്ല, ഒരു ജ്യൂസ് കടയിൽ നടത്തുന്ന ഒരാളാണ് അന്ന്, പക്ഷെ നിനക്കൊരു ക്യാരക്ടർ നെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നീ ഇതിൽ ഇങ്ങനെ ഒരു സംഭവം കൂടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കൊള്ളാം, പരിപാടി കൊള്ളാം. അത് പക്ഷേ സിനിമയിൽ എങ്ങനെയൊക്കെ വരും എന്നുള്ളതും എനിക്ക് ആ സമയത്ത് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് മൊത്തം സിനിമ വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഏകദേശം അതിനുള്ളൊരു ഇമ്പോർട്ടൻസ് ആ കഥ മൊത്തത്തിൽ മാറ്റുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കുന്നതൊക്കെ അയാളാണെന്ന് മനസ്സിലായി. അങ്ങനെ ആണ് സംഭവം ഇതിലേക്ക് വന്നത്. വിപിൻ ചേട്ടനാണ് എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത്.